ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. ഗവൺമെന്റ് ചീഫ് വിപ്പ് പി.സി. ജോർജ് ബി.ജെ.പി. വേദിയിലെത്തിയതിന്റെ തെറ്റും ശരിയും. പ്രധാന വാർത്തകൾ. ബി.ജെ.പി. വേദിയിൽ മോദി ചിത്രമുള്ള ടീഷർട്ട് വിതരണം ചെയ്ത് റൺ ഫോർ യൂണിറ്റി കൂട്ടയോട്ടത്തിൽ പി.സി. ജോർജിന്റെ നിറസാന്നിധ്യം. പാർട്ടി ചർച്ച ചെയ്യുമെന്ന് കെ.എം. മാണി. നടപടി കൂടിയേ തീരുമെന്ന് കോൺഗ്രസ്. CPIM പ്ലീനത്തിൽ മാണി പങ്കെടുത്തതിൽ കൂടുതലൊന്നും താൻ ചെയ്തിട്ടില്ലെന്ന് ജോർജിന്റെ മറുപടി. സന്തോഷ് കുമാർ അധ്യക്ഷനും ഞാൻ ഉദ്ഘാടകനും. പിന്നെ എന്റെ മുഖത്തോടെ എന്തിനാ ഇവനൊക്കെ കയറുന്നത്? ആദ്യം സന്തോഷ് കുമാറിന്റെ മുഖത്ത് കയറാൻ പറ. ലോക്പാൽ ബില്ലിൽ അണ്ണാ ഹസാരെയും കെജ്രിവാളും തമ്മിലെ ഭിന്നത വാക്പോരിലേക്ക്. നിലവിലെ നിയമം കൊണ്ട് ഒരു എലിയെ പോലും പിടിക്കാനാകില്ലെന്ന് ആം ആദ്മി പാർട്ടി. എതിർക്കുന്നവർക്ക് നിരാഹാരം ഇരിക്കാമെന്നും പട്ടിണി കിടന്ന് മരിക്കാനില്ലെന്നും ഹസാരെ. നിരാഹാരം ഇരിക്കുന്നതിലല്ല കാര്യമെന്ന് കെജ്രിവാൾ. വിമോചന നായകന് ലോകം വിട നൽകി. മണ്ടേല ഇനി ചരിത്രത്താളുകളിൽ. അന്ത്യനിദ്ര ജന്മനാടായ കുനുവിൽ. നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാകാൻ അനുവദിക്കില്ലെന്ന് പ്രകാശ് കാരാട്ട്. ലക്ഷ്യം കോൺഗ്രസ് ഇതര ബി.ജെ.പി. ഇതര സർക്കാർ. രാഷ്ട്രീയ പിച്ചിൽ കളിക്കാനില്ലെന്ന് വ്യക്തമാക്കി സൗരവ് ഗാംഗുലി. തെരഞ്ഞെടുപ്പിലേക്കുള്ള ബി.ജെ.പി. ക്ഷണം നിരസിച്ചു. ചെലവ് ചുരുക്കൽ പ്രഖ്യാപിക്കുമ്പോഴും സംസ്ഥാന സർക്കാർ ദൂർത്തു തുടരുന്നു. കോടികൾ ചെലവിട്ട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ നവീകരണ പദ്ധതികളും സുഖവാസ കേന്ദ്ര നിർമ്മാണവും. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. സർദാർ വല്ലഭഭായ് പട്ടേലിന്റെ പേരിൽ കോട്ടയത്ത് ബി.ജെ.പി. സംഘടിപ്പിച്ച കൂട്ടയോട്ടം സർക്കാർ ചീഫ് വിപ്പ് പി.സി. ജോർജ് ഫ്ളാഗ് ഓഫ് ചെയ്തത് വിവാദമാകുന്നു. നരേന്ദ്രമോദിയുടെ ചിത്രം പതിച്ച ടീഷർട്ട് വേദിയിൽ പി.സി. ജോർജാണ് വിതരണം ചെയ്തത്. എന്നാൽ പരിപാടിയിൽ പങ്കെടുത്തതിൽ തെറ്റില്ലെന്ന് പി.സി. ജോർജ് പറഞ്ഞു. ജോർജിന്റെ നടപടിക്കെതിരെ UDF നേതാക്കൾ രംഗത്തെത്തി. നരേന്ദ്രമോദി സർക്കാർ ഗുജറാത്തിൽ നിർമ്മിക്കുന്ന വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയുടെ പ്രചാരണത്തിനായി ദേശവ്യാപകമായി ബി.ജെ.പി. കൂട്ടയോട്ടം സംഘടിപ്പിച്ചിരുന്നു. കോട്ടയത്ത് സംഘടിപ്പിച്ച പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്തത് പി.സി. ജോർജാണ്. കാവിഷാൾ കഴുത്തിലണിഞ്ഞ പി.സി. ജോർജ് മോദിയുടെ ചിത്രമുള്ള ടീഷർട്ട് വിതരണം ചെയ്യുകയും ചെയ്തു. ജോർജിന്റെ നടപടിക്കെതിരെ UDF നേതാക്കൾ രംഗത്തെത്തി. പി.സി. ജോർജിനെതിരെ കർശന നടപടി വേണമെന്ന് കോൺഗ്രസ് വക്താവ് പന്തളം സുധാകരൻ ആവശ്യപ്പെട്ടു. പാർട്ടിക്കും കേരളത്തിലെ മതേതര വിശ്വാസികൾക്കും നാണക്കേടുണ്ടാക്കിയ പ്രശ്നമാണ്. അതുകൊണ്ട് അതിന് ഉചിതമായ ഗൗരവമായ നടപടി അടിയന്തരമായിട്ട് എടുക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. മോദി ചിത്രമുള്ള ടീഷർട്ട് വിതരണം പി.സി. ജോർജ് ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് കേരള കോൺഗ്രസ് നേതാവ് ആന്റണി രാജു പറഞ്ഞു. വല്ലഭായ് പട്ടേലിന്റെ പടമല്ല ആ ബനീനുകളിൽ. ആ ബനീനുകളിലെല്ലാം ഇരുവശത്തും വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ എന്തിനാണ് ബി.ജെ.പി. മോദിയുടെ തല ഈ ബനിയനിൽ രണ്ടു വശത്തും അച്ചടിച്ച് വിതരണം ചെയ്യാൻ ശ്രമിച്ചത്? അതിനിടെ പരിപാടിയിൽ പങ്കെടുത്തതിൽ തെറ്റില്ലെന്നും വല്ലഭായ് പട്ടേലിന്റെ പേരിൽ നടത്തുന്ന ഏത് പരിപാടിയിലും താൻ പങ്കെടുക്കുമെന്നും പി.സി. ജോർജ് പ്രതികരിച്ചു. അങ്ങനെ ഇന്നത്തെ ഇന്ത്യ എന്താണോ ആ ഇന്ത്യ ഉണ്ടാക്കിയ സർദാർ വല്ലഭായ് പട്ടേലിന് പിന്നെ മാവോയിസ്റ്റുകളുടെ തീവ്രവാദികൾ അവന്മാരാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഞാൻ പിന്തുണക്കും. ന്യൂസ് ഡെസ്ക് മീഡിയ വൺ. അതേസമയം റൺ ഫോർ യൂണിറ്റി കൂട്ടയോട്ടത്തിൽ കോൺഗ്രസുകാരനായ കോട്ടയം മുനിസിപ്പൽ ചെയർമാനായിരുന്നു അധ്യക്ഷനെന്ന് പി.സി. ജോർജ്. തനിക്കെതിരെ തിരിയുന്ന കോൺഗ്രസുകാർ ആദ്യം മുനിസിപ്പൽ ചെയർമാൻ സന്തോഷ് കുമാറിനോട് ചോദിക്കട്ടെ എന്നും പി.സി. ജോർജ് പറഞ്ഞു. അധ്യക്ഷൻ A.P. സന്തോഷ് കുമാർ കോട്ടയം മുനിസിപ്പൽ ചെയർമാൻ. ഈ കോൺഗ്രസ് എന്നാ കൊണ്ട് പറയാമെന്ന് കേൾക്കണമല്ലോ. ഇത് കോൺഗ്രസ് അല്ലേ? കോട്ടയം മുനിസിപ്പൽ ചെയർമാൻ കോൺഗ്രസുകാരനായി ഉമ്മൻചാണ്ടിയുടെ സന്തത സഹചാരിയായ സന്തോഷ് കുമാർ അധ്യക്ഷനും ഞാൻ ഉദ്ഘാടകനും. പിന്നെ എന്റെ മുഖത്തോടെ എന്തിനാ ഇവനൊക്കെ കയറുന്നത്? ആദ്യം സന്തോഷ് കുമാറിന്റെ മുഖത്ത് കയറാൻ പറ. ഞാൻ ചെയ്തത് ശരിയാണെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായോ? ബി.ജെ.പിയുടെ പരിപാടിയിൽ ചീഫ് വിപ്പ് പി.സി. ജോർജ് പങ്കെടുത്തത് ശരിയായ നടപടിയല്ലെന്ന് കെ. മുരളീധരൻ MLA പ്രതികരിച്ചു. ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് KPCCയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജോർജിന് വേണമെങ്കിൽ ബി.ജെ.പിയിലേക്ക് പോകാം. ഇവിടെ ആരും അദ്ദേഹത്തെ പിടിച്ചുവെച്ചിട്ടില്ലെന്നും കെ. മുരളീധരൻ ശബരിമലയിൽ പ്രതികരിച്ചു. പി.സി. ജോർജിന് ബി.ജെ.പിയുടെ കൂടെ പോകണമെങ്കിൽ ആരും ഇവിടെ പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല. അദ്ദേഹത്തിന് നിലയ്ക്ക് പോവാം. UDFന്റെ സ്ഥാനത്തിരുന്നുകൊണ്ട് UDFന്റെ ചീഫ് വിപ്പിന്റെ സ്ഥാനത്തിരുന്നുകൊണ്ട് ബി.ജെ.പിയെ സഹായിക്കുന്ന നിലപാട് ഒട്ടും ശരിയല്ല. CPIM
സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം നമ്മോടൊപ്പമുണ്ട്. ഒപ്പം തന്നെ കോട്ടയം മുനിസിപ്പൽ ചെയർമാൻ കോൺഗ്രസിന്റെ സന്തോഷ് കുമാർ കോട്ടയത്ത് നിന്നൊപ്പം തന്നെ BJPയുടെ നാരായണൻ നമ്പൂതിരി അദ്ദേഹവും കോട്ടയത്ത് നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. PC ജോർജിനെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഫ്രാൻസിസ് ജോർജ്, KNA ഖാദർ എന്നിവരെയും ടെലിഫോണിൽ പ്രതീക്ഷിക്കുന്നു. ഇടുക്കി DCC പ്രസിഡന്റ് റോയ് കെ പൗലോസും ടെലിഫോണിൽ ഈ വിഷയത്തിൽ പങ്കെടുക്കാൻ എത്തുമെന്നാണ് കരുതുന്നത്. ശ്രീ ബേബി ജോൺ, ഇവിടെ BJP സംഘടിപ്പിച്ച റൺ ഫോർ യൂണിറ്റി എന്ന പരിപാടിക്ക് വേണ്ടി ഗവൺമെന്റ് ചീഫ് PC ജോർജ് BJP വേദിയിലെത്തി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതിനും മോദിയുടെ ചിത്രം പതിച്ചിട്ടുള്ള ടീഷർട്ട് വിതരണം ചെയ്തതിലും എന്തെങ്കിലും തെറ്റ് താങ്കൾ കാണുന്നുണ്ടോ? പ്രത്യക്ഷമായി തന്നെ അനുചിതമായ ഒരു നടപടിയെന്ന് ആർക്കും പറയാൻ ശങ്കിക്കേണ്ടതില്ലാത്ത ഒരു നടപടിയാണ് PC ജോർജിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. അദ്ദേഹം കേരളത്തിലെ ഭരണമുന്നണി സംവിധാനത്തിൻ്റെ ഒരു സാധാരണ നേതാവ് മാത്രമല്ല, അദ്ദേഹം അതിൻ്റെ ഗവൺമെൻറ് ചീഫ് വിപ്പ് കൂടിയാണ്. അത്തരത്തിലുള്ള ഒരു ഭരണപരമായിട്ടുള്ള ചുമതല ഉൾപ്പെടെ വഹിക്കുന്ന ഒരു നേതാവ് സംഘപരിവാരം സംഘടിപ്പിക്കുന്നൊരു പരിപാടിയിൽ ഈ വിധത്തിൽ പങ്കെടുക്കുന്നു എന്ന് വരുന്നത് ഒരുപാട് മാനങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള ഒരു ഉള്ളടക്കം ഇതിനില്ലേ എന്ന് ഉത്കണ്ഠ തോന്നിക്കുന്ന പ്രവണതകളാണ് ഇതിൽ കാണാൻ സാധിക്കുക. ശ്രീമാൻ PC ജോർജ് തൻ്റെ പ്രവൃത്തി ആവർത്തിച്ച് നീതീകരിക്കുന്നത് കാണുമ്പോൾ ഈ ഉത്കണ്ഠ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന് അദ്ദേഹം പ്രവചിക്കുകയുണ്ടായി. അന്ന് അദ്ദേഹത്തിൻ്റെ പ്രവചനം ഏകദേശം ഇങ്ങനെയാണ്: തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ UDF ക്ലോസ് ആവുമെന്നാണ്. ക്ലോസ് ആവും എന്ന് സായിപ്പിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അന്ത്യശ്വാസം വലിക്കും എന്നാണല്ലോ അതിൻ്റെ പച്ചമലയാളം. അന്ത്യശ്വാസം വലിക്കാനിടയുള്ള UDF സംവിധാനത്തെ രക്ഷിച്ചെടുക്കാനുള്ള ഒറ്റമൂലികൾ അന്വേഷിക്കാൻ കേരളത്തിലെ ഭരണകക്ഷിയുടെ ചീഫ് വിപ്പ് പുറപ്പെടുകയാണോ? നേരത്തെ കേരളത്തിലെ UDF സംവിധാനം നടത്തിയിട്ടുള്ള അത്യപകടകരമായിട്ടുള്ള ചില പരീക്ഷണങ്ങളുണ്ട്. 1991 നടത്തുന്ന പരീക്ഷണമുണ്ട്, 2001 നടത്തുന്ന പരീക്ഷണമുണ്ട്, ഏറ്റവും ഒടുവിൽ 2011 അവർ നടത്തുന്ന പരീക്ഷണങ്ങളുണ്ട്. ഈ പരീക്ഷണങ്ങളുടെ കൂടുതൽ അപായകരമായിട്ടുള്ള ഒരു നിർവഹണ ഘട്ടത്തിലേക്ക് നീങ്ങാൻ ശ്രീമാൻ PC ജോർജിനെ കേരളത്തിലെ UDF നേതൃത്വം തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് സംശയം ജനിപ്പിക്കത്തക്ക വിധത്തിലാണ് ജോർജിൻ്റെ പ്രവൃത്തി എന്ന് മാത്രമല്ല, ജോർജിൻ്റെ പ്രവൃത്തിയോട് UDF കേന്ദ്രങ്ങളുടെയും ജോർജിൻ്റെ തന്നെ പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള പ്രതികരണങ്ങൾ ഈ സംശയം ജനിപ്പിക്കുന്നതാണ്. റൈറ്റ്. ശ്രീ ബേബി ജോൺ, താങ്കൾ പറഞ്ഞതുപോലെ PC ജോർജ് ഈ വിഷയത്തെ ആവർത്തിച്ച് ന്യായീകരിച്ചുകൊണ്ട് പല വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിലൊന്ന്, അദ്ദേഹം പറയുന്നു സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യയുടെ ശില്പിയാണ്. അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചടങ്ങിൽ അതാര് സംഘടിപ്പിച്ചാലും താൻ പങ്കെടുക്കും, അതിൽ തെറ്റ് കാണുന്നില്ല. 2, CPIM പ്ലീനത്തിൽ KM മാണി പങ്കെടുത്തതിൽ അതിൽ കൂടുതലായി ഒന്നും താൻ ചെയ്തിട്ടില്ല. 3, ഇതിനെ രാഷ്ട്രീയമായി വായിച്ചെടുക്കേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം പറയുന്നു ഈ പരിപാടിയുടെ അധ്യക്ഷനായി നിശ്ചയിച്ചിരുന്നത് കോട്ടയം മുനിസിപ്പൽ ചെയർമാനായ കോൺഗ്രസ്സുകാരനായ സന്തോഷ് കുമാറാണ്. അങ്ങനെയാണെങ്കിൽ സന്തോഷ് കുമാറിന് നേരെ എന്തുകൊണ്ട് ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നില്ല? ഈ ന്യായീകരണങ്ങൾ ഒന്നും സ്വീകാര്യമാകാത്തത് എന്തുകൊണ്ടാണ്? അത് സംബന്ധിച്ച് കൃത്യമായി തന്നെ പറയാൻ സാധിക്കും. ഇങ്ങനെയുള്ള ന്യായങ്ങൾ അദ്ദേഹം ആവർത്തിച്ച് ഉന്നയിക്കുമ്പോഴാണ് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാണ് എന്ന തോന്നൽ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന മുഴുവൻ ആളുകളിലും കൂടുതൽ ശക്തിപ്പെടുന്നു. ഒന്നാമത്തെ കാര്യം, ഈ പ്ലീനവും സംഘപരിവാരം നടത്തുന്ന ഈ പരിപാടിയും ഒരുപോലെ എന്ന് കാണാൻ ശ്രമിക്കുന്ന ജോർജിൻ്റെ ബുദ്ധിശക്തിക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുന്നത് അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ടാണ്. കേരളത്തിൽ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതിൻ്റെ സമ്മേളനത്തിൻ്റെ അനുബന്ധ പരിപാടി എന്ന നിലക്ക് സംഘടിപ്പിക്കുന്ന സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു സെമിനാറാണ് പാലക്കാട് പ്ലീനത്തിൻ്റെ ഭാഗമായി മാണി പങ്കെടുത്ത ചടങ്ങ്.
ആ സെമിനാറും സംഘപരിവാരം നേരിട്ട് നേതൃത്വം നൽകി നടത്തുന്ന ഒരു പരിപാടിയും ഒരുപോലെ എന്ന് കാണുന്നതിൻ്റെ ഔചിത്യത്തെ തന്നെ പ്രാഥമിക തലത്തിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അത് രണ്ടും രണ്ട് തന്നെയാണ്, രണ്ടും ഒരുപോലെയല്ല എന്ന കാര്യത്തിൽ ജോർജ് ഒഴികെ വേറെ ആരും സംശയം ഉന്നയിക്കുമെന്ന് ഞാൻ വിചാരിക്കണില്ല. രണ്ടാമത്തെ കാര്യം കോൺഗ്രസ്സുകാരനായിട്ടുള്ള മുനിസിപ്പൽ ചെയർമാൻ്റെ അധ്യക്ഷ പദവിയെ സംബന്ധിച്ചാണ്. കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഒരാൾ അധ്യക്ഷ പദവിക്ക് സന്നദ്ധത പ്രകടിപ്പിച്ച് ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യം കോൺഗ്രസ് തന്നെ വിശദീകരിക്കണം, അല്ലെങ്കിൽ ഈ ഏറ്റ മുനിസിപ്പൽ ചെയർമാൻ തന്നെ അക്കാര്യം വിശദീകരിക്കണം. ഈ ഘടകം കൂടി വെച്ചുകൊണ്ടാണ് മുന്നണിയുടെ പൊതു നിലപാടിലേക്ക് ഞാൻ നേരത്തെ വിരൽ ചൂണ്ടാൻ ശ്രമിച്ചത്. ഞാൻ പറഞ്ഞു തീർന്നില്ല, ഞാൻ പറഞ്ഞു വരുമ്പോൾ ആ കാര്യം കൂടി വെക്കതാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. സർദാർ പട്ടേലിൻ്റെ പ്രതിമ സ്ഥാപനം എന്ന കാര്യവും സംഘപരിവാരത്തിൻ്റെ നിഗൂഢ ലക്ഷ്യങ്ങളും തമ്മിലുള്ള പരസ്പര ബന്ധം ജോർജിനെ പോലെ ഒരാൾക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നത് അതിവിചിത്രമായിട്ടുള്ള ഒരു യുക്തിയാണ്. സർദാർ പട്ടേലിനെ ഇപ്പോഴ് ഏറ്റെടുക്കാൻ സംഘപരിവാരത്തിൻ്റെ പ്രത്യേകമായ പ്രേരണ എന്താ? യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് സർദാർ പട്ടേലിൻ്റെ പ്രതിമ യഥാർത്ഥത്തിൽ ഒരു പ്രതീകം മാത്രമാണ്. സർദാർ പട്ടേലിൻ്റെ പ്രതിമയെ അല്ലെങ്കിൽ സർദാർ പട്ടേലിൻ്റെ ബിംബകൽപ്പനയെ ദുരുപയോഗം ചെയ്ത് നരേന്ദ്രമോദി എന്ന വംശഹത്യയിലൂടെ ലോകം മുഴുവൻ പ്രശസ്തി നേടിയിട്ടുള്ള ഒരു സംഘപരിവാരത്തിൻ്റെ ഒരു ഫാസിസ്റ്റ് നേതാവിനെ പ്രധാനമന്ത്രി പദത്തിൽ എത്തിക്കുക എന്ന അങ്ങേയറ്റം ഗർഹണീയമായിട്ടുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ടാണ് ദേശവ്യാപകമായിട്ടുള്ള ഈ പരിപാടി. താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ നാരായണൻ നമ്പൂതിരി, ഇവിടെ നിങ്ങളുടെ കാര്യപരിപാടിയിൽ അധ്യക്ഷ സ്ഥാനത്തുണ്ടായിരുന്നത് കോട്ടയം മുനിസിപ്പൽ ചെയർമാൻ സന്തോഷ് കുമാർ ആയിരുന്നു. അദ്ദേഹം ഈ ചടങ്ങിന് എത്തിയില്ല. പിന്നീട് ഇത് ഉദ്ഘാടനം ചെയ്യാൻ ഉണ്ടായിരുന്നത് ഗവൺമെന്റ് ചീഫ് പി സി ജോർജ് ആണ്. അദ്ദേഹം ഈ ചടങ്ങിൽ എത്തുകയും ചെയ്തു. രണ്ടുപേരെയും ഒരേ രീതിയിലാണോ ക്ഷണിച്ചത്? രണ്ടുപേരിൽ നിന്നും ഈ ചടങ്ങിൽ പങ്കെടുക്കാമെന്ന ഒരേ തരത്തിലുള്ള ഉറപ്പാണോ നിങ്ങൾക്ക് ലഭിച്ചത്? ഞങ്ങൾ രണ്ടുപേരെയും, കോട്ടയം നഗരപിതാവിനെയും കേരളത്തിലെ ചീഫ് വിപ്പിനെയും ഒരേ കേൾക്കാമോ? കേൾക്കാം, പറയൂ. ഹലോ. കേരളത്തിലെ ചീഫ് വിപ്പിനെയും കോട്ടയത്തിന്റെ നഗരപിതാവിനെയും സർദാർ പട്ടേൽ രാഷ്ട്രീയ ഏകതാ ട്രസ്റ്റിന്റെ കീഴിൽ നടക്കുന്ന കൂട്ടയോട്ടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഒരേ രീതിയിൽ തന്നെയാണ് ക്ഷണിച്ചത്. രണ്ടുപേരും ഒരേ രീതിയിൽ തന്നെ സന്തോഷത്തോടെയാണ് വരാമെന്ന് ഏറ്റത്. ചീഫ് വിപ്പ് പങ്കെടുത്തു, മുനിസിപ്പൽ ചെയർമാൻ എന്തുകൊണ്ടോ പങ്കെടുത്തില്ല. ചീഫ് വിപ്പ് പങ്കെടുക്കുകയും ഇന്ത്യയുടെ ഐക്യത്തിന്റെ കാരണക്കാരൻ അല്ലെങ്കിൽ സ്വതന്ത്ര ഭാരതത്തിന്റെ ഇന്നത്തെ ഈ രാജ്യ അതിർത്തി നിലനിൽക്കാൻ കാരണക്കാരനായ സർദാർ പട്ടേൽ വിസ്മരിക്കപ്പെട്ടുപോയി. അദ്ദേഹം സ്മരിക്കപ്പെടണം, അദ്ദേഹം എന്നും ഓർക്കപ്പെടണം, അദ്ദേഹം ആദരിക്കപ്പെടണം. അതിനുള്ള ഏതു നടപടിക്കും ഉള്ള പിന്തുണയാണ് അദ്ദേഹം നൽകിയത്. പിന്നെ ശ്രീ നാരായണൻ നമ്പൂതിരി, ഇതിന്റെ ഭാഗമായി ഇപ്പോൾ വിവാദം ഉണ്ടായിട്ടുള്ളത് നരേന്ദ്രമോദിയുടെ ചിത്രം പതിപ്പിച്ച ടീഷർട്ടുകൾ വിതരണം ചെയ്യാൻ ജോർജിനെ ഏൽപ്പിക്കുകയും അദ്ദേഹം അത് വിതരണം ചെയ്യുകയും അദ്ദേഹം ഒരു കുട്ടിക്ക് ഓട്ടോഗ്രാഫ് നൽകിയ ശേഷം ആ ടീഷർട്ട് ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു പരിപാടി ഇതിന്റെ ഭാഗമായി ഉണ്ടാകും, നരേന്ദ്രമോദിയുടെ ചിത്രം പതിപ്പിച്ച ടീഷർട്ട് വിതരണം ചെയ്യേണ്ടി വരും എന്ന് ജോർജിനോട് നേരത്തെ പറഞ്ഞിരുന്നു. നരേന്ദ്രമോദിയുടെ ചിത്രം പതിപ്പിച്ച ടീഷർട്ട് പ്രകാശനം ചെയ്തത് ഈ ചടങ്ങിന്റെ ഭാഗമല്ല. നരേന്ദ്രമോദി ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്. ഇന്ത്യയിലെ 50% ആളുകൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് സമീപകാലത്ത് നടന്ന സർവേകളിലൊക്കെ വ്യക്തമാക്കപ്പെട്ടയാളാണ്. അദ്ദേഹത്തിന്റെ ചിത്രം പതിപ്പിച്ച ഒരു ടീഷർട്ട് പ്രകാശനം ചെയ്യുന്നത് അത്ര കുറ്റകരമൊന്നുമല്ല. ഏതെങ്കിലും രാജ്യദ്രോഹിയുടെയോ ദേശവിരുദ്ധന്റെയോ ഒന്നും ചിത്രം പതിപ്പിച്ച ബനിയനല്ലല്ലോ അദ്ദേഹം പ്രകാശിപ്പിച്ചത്. എന്തിനാണ് ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിയുടെ ചിത്രം പതിപ്പിച്ച ഒരു ബനിയൻ പ്രകാശനം ചെയ്തതിന് ഇത്രയേറെ വിവാദങ്ങൾ എന്തിനുണ്ടാക്കുന്നു? ഇത്രയേറെ വായിലൊതുങ്ങാത്ത പദങ്ങൾ പറഞ്ഞ് ആളുകളെ
തെറ്റിദ്ധരിപ്പിക്കാൻ എന്റെ സ്നേഹിതന്മാർ ശ്രമിക്കുന്നു എന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. താങ്കളിലേക്ക് തിരിച്ചു വരാം. കോട്ടയം നഗര പിതാവ് സന്തോഷ് കുമാറും ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. അദ്ദേഹം നാരായണൻ നമ്പൂതിരിയുടെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുമുണ്ട്. ശ്രീ സന്തോഷ് കുമാർ, താങ്കളെയും PC ജോർജിനെയും ഒരുപോലെ ക്ഷണിച്ചു. ജോർജ് വാക്കു പാലിച്ചു, അദ്ദേഹം ചടങ്ങിൽ പങ്കെടുത്തു. താങ്കൾ വാക്കു പാലിച്ചില്ല, ചടങ്ങിൽ പങ്കെടുത്തില്ല. മാത്രമല്ല, താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന കോൺഗ്രസ് ചടങ്ങിൽ പങ്കെടുത്ത PC ജോർജിനെ അധിക്ഷേപിക്കുകയും അദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എൻ്റെ ഓഫീസിൽ ബന്ധപ്പെട്ട ഇതിന്റെ സംഘാടകരായിട്ടുള്ള 2-3 വ്യക്തികൾ വരികയും അവർ ഗവൺമെന്റിന്റെ ഔദ്യോഗിക പരിപാടിയാണ് എന്ന് എന്നെ ധരിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ ഗവൺമെന്റിന്റെ ഒരു ഔദ്യോഗിക പരിപാടി എന്നുള്ള തലത്തിലേക്കുള്ള ഒരു ആലോചനാ യോഗം നടത്തുകയോ അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് അറിയുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടർന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കാതെ മാറി നിന്നത്. ആ പരിപാടിയിൽ എന്നെ ക്ഷണിക്കുമ്പോൾ എന്നോട് സൂചിപ്പിച്ചിരുന്നു ബഹുമാനായ PC ജോർജ് ആണ് ഇവിടുത്തെ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന്. അല്ലാതെ അദ്ദേഹത്തിനും എനിക്ക് ഒരേപോലെ ഒരു പ്രാധാന്യം നൽകിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്റെ ഇരിക്കല് ബന്ധപ്പെട്ട് ഇവിടെ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു കൂട്ടയോട്ടമാണ്, നിങ്ങൾ ചെയർമാൻ പങ്കെടുക്കണമെന്ന് സൂചിപ്പിച്ചു. ഞാനൊരു ഔദ്യോഗിക പരിപാടി അല്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അതിനകത്ത് പങ്കെടുക്കാതെ മാറി നിന്നത്. റൈറ്റ്. അപ്പോൾ താങ്കൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ PC ജോർജുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നോ? അദ്ദേഹം എന്തിന് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്ന് അന്വേഷിച്ചിരുന്നോ? ഇല്ലല്ല, ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നില്ല. ഇന്ന് ഈ പരിപാടിക്ക് ശേഷം വൈകുന്നേരത്തെ ചാനലുകളിൽ മുനിസിപ്പൽ ചെയർമാൻ പങ്കെടുത്തു എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന കാണുമ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയെക്കുറിച്ചുള്ള കാര്യപരിപാടിയിൽ താങ്കളുടെ പേര് വെച്ചിരുന്നു അധ്യക്ഷ സ്ഥാനത്ത്. താങ്കൾ പങ്കെടുക്കില്ല എന്ന കാര്യം സംഘാടകരെ അറിയിച്ചിരുന്നു. എന്നെ അധ്യക്ഷനായിട്ട് അതിന്റെ ചടങ്ങിലേക്ക് പങ്കെടുപ്പിക്കും എന്ന് അതിന്റെ ഔദ്യോഗികമായി ആരും എന്നോട് സൂചിപ്പിച്ചിരുന്നില്ല. ഇതിന്റെ സംഘാടകരായിട്ടുള്ളവർ എന്റെ ഓഫീസിൽ എത്തുമ്പോൾ വളരെയധികം കൌൺസിലർമാർ അടക്കമുള്ളവർ എന്റെ ഓഫീസ് റൂമിൽ ഉണ്ടായിരുന്നു. അതേപോലെ പൊതുപ്രവർത്തകർ അടക്കമുള്ളവരുണ്ടായിരുന്നു. അവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ബഹുമാന്യരായിട്ടുള്ള എന്റെ സംഘാടകർ വന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചത്. അതല്ലാതെ ഞാനാണ് ആ പരിപാടിയുടെ അധ്യക്ഷൻ എന്നും എന്നോട് സൂചിപ്പിച്ചിട്ടില്ല. ഇത് നാരായണൻ നമ്പൂതിരി, ഇതുപോലെ ഇതൊരു സർക്കാർ പരിപാടിയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണോ താങ്കൾ സന്തോഷ് കുമാറിനെയും PC ജോർജിനെയും എല്ലാം ക്ഷണിച്ചത്? ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിൽക്കേണ്ട വ്യക്തി നഗരപിതാവാണെന്ന കാര്യം അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നാണ് തൊട്ടടുത്തിരുന്ന് അദ്ദേഹം പറയുന്നത്. ഞാൻ പറയാം, ഗുജറാത്ത് സർക്കാരിന്റെ ആ പിന്തുണയോടെ ഔദ്യോഗികമായി നടപ്പിലാക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. ഹലോ, എനിക്ക് തോന്നുന്നു താങ്കൾക്ക് സംസാരിക്കുന്നതിന് ഗുജറാത്ത് സർക്കാരിന്റെ ഔദ്യോഗിക അംഗീകാരം. ഹലോ, എനിക്ക് തോന്നുന്നു താങ്കളുടെ ഇയർ പീസിൽ ഒരുപക്ഷെ ആ ശബ്ദം തിരിച്ചു കേൾക്കുന്നുണ്ടാകും. അതൊരു ബുദ്ധിമുട്ടായി കരുതണ്ട, താങ്കൾ പറഞ്ഞോളൂ. ഗുജറാത്ത് സർക്കാരിന്റെ ഔദ്യോഗിക പ്രോഗ്രാമായിട്ട് തന്നെയാണ് ഇത് നടപ്പിലായത്. മുനിസിപ്പൽ ചെയർമാനോട് ക്ഷണിക്കാൻ പോയവർ പറഞ്ഞത് ഇത് ഗുജറാത്ത് സർക്കാരിന്റെ ഔദ്യോഗിക പ്രോഗ്രാമായിട്ട് തന്നെ നടപ്പിലാക്കുന്നതാണ്. നഗരപിതാവ് പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ MLA മറ്റു മന്ത്രിമാരോ ഇല്ല എങ്കിൽ സ്വാഭാവികമായി നഗരപിതാവാണ് അധ്യക്ഷത വഹിക്കേണ്ടത്. ഇന്ന് രാവിലെ കോട്ടയത്ത് ഇറങ്ങിയ പത്രങ്ങളിലെ സപ്ലിമെന്റിൽ വളരെ വ്യക്തമായി ഇതിന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞങ്ങളോടാരോടും നഗരപിതാവ്, ഇതിന്റെ സംഘാടകരായിട്ടുള്ള ആരോടും നഗരപിതാവ് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ അസൗകര്യമുണ്ടെന്നോ ഇന്ന കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം പങ്കെടുക്കില്ല എന്നോ ഞങ്ങളെ അറിയിച്ചിട്ടില്ല. എന്റെ തൊട്ടടുത്ത് തന്നെയാണ് നഗരപിതാവ് ഇരിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട സംഘാടകരായിട്ടുള്ള ആരെയും അദ്ദേഹം ഈ സമയം വരെ ഇന്നതുകൊണ്ടാണ് ഞങ്ങൾ പങ്കെടുക്കാത്തത്, എല്ലാ നഗരസഭാ കൌൺസിലർമാരും ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത്. ശരിയാണ്, ആ ക്ഷണിച്ചത് ഗുജറാത്ത് സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയാണ്. ഇത് ഗുജറാത്ത് സർക്കാർ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. രാഷ്ട്രീയ ഏകതാ ട്രസ്റ്റ് നിർമ്മിക്കുന്ന സർദാർ പട്ടേലിന്റെ പ്രതിമ നിർമ്മാണത്തിന്റെ ഭാഗമായി നടക്കുന്ന കൂട്ടയോട്ടമാണെന്നാണ് പറഞ്ഞത്. റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. PM സാദിഖ് അലി അദ്ദേഹം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ സാദിഖ് അലി, ഇവിടെ ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചപ്പോൾ CPIMന്റെ ശ്രീ ബേബി ജോൺ പറഞ്ഞത് BJP വേദിയിൽ PC ജോർജ് എത്തി മോദി ചിത്രമുള്ള ടീഷർട്ടുകൾ വിതരണം ചെയ്തതിൽ അപകടകരമായ ഒരു ഉള്ളടക്കം ഒളിഞ്ഞിരിപ്പുണ്ടെന്നാണ്. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? അല്ല, ആ രീതിയിൽ വലിയ ഒരു അപകടം എന്ന് പറയുന്നത് PC ജോർജിന്റെ എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ തന്നിഷ്ടപ്രകാരമുള്ള ഒരു പ്രവൃത്തിയാണിത്. അതുകൊണ്ട് വലിയ അപകടം സംഭവിക്കാൻ പോകുന്നില്ല. മോദിയെ ഉയർത്തി കാണിക്കുക എന്ന് പറയുന്നത് അപകടകരമായ സംഗതി തന്നെയാണ്. ആ നിരീക്ഷണത്തോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ
UDFന്റെ തലപ്പത്തിരുന്നു കൊണ്ട് ഗവൺമെന്റ് ചീഫ് വിപ്പ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലങ്ങളായി കുറെ കാലങ്ങളായി വരുന്ന ചില സംഗതികൾ നമുക്കറിയാം. അദ്ദേഹത്തിന്റേതായ മാത്രം താല്പര്യങ്ങൾക്കാണ്. അങ്ങനെ ഒരു വ്യക്തി താല്പര്യം കൊണ്ട് അദ്ദേഹം ചെയ്ത ഈ കാര്യത്തെ തീർച്ചയായും എതിർക്കപ്പെടേണ്ടതാണ്. അത് അദ്ദേഹത്തിന്റെ നിലപാട് മതേതര ചേരിയെ ദുർബലപ്പെടുത്തുന്നതാണ്. ആ അർത്ഥത്തിൽ വരെ ആണ് അതിനെ കാണാൻ. ഇതുവരെ PC ജോർജ് നടത്തിയ കാര്യങ്ങൾ പോലെയല്ല ഇനിയുള്ള കാര്യം. UDF വെറും ഒരു ആൾക്കൂട്ടമല്ല. UDF വെറും ഭരിക്കാനുള്ള സംവിധാനമല്ല. അതിന് ചില മിനിമം പരിപാടികളുണ്ട്, അതിന് ചില മതേതര കാഴ്ചപ്പാടുകളുണ്ട്, ചില ആശയങ്ങളുണ്ട്, ആദർശങ്ങളുണ്ട്. അത് PC ജോർജിന് മനസ്സിലായിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. അത് മനസ്സിലാക്കി കൊടുക്കാൻ UDFിലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മുന്നോട്ട് വരണമെന്നാണ് യൂത്ത് ലീഗിന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടാനുള്ളത്. ശ്രീ PM സാദിഖ് അലി, താങ്കൾ ഈ ദൃശ്യങ്ങൾ കണ്ടല്ലോ. PC ജോർജ് ഒരു ഗവൺമെന്റ് ചീഫ് വിപ്പ് എന്ന നിലയിലല്ല അദ്ദേഹം ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതായി നമ്മൾ കാണുന്നത്. അദ്ദേഹം കാവി പുതച്ച് ആ ചടങ്ങിൽ പങ്കെടുക്കുന്നു. മോദി ചിത്രമുള്ള ടീഷർട്ട് അദ്ദേഹം വിതരണം ചെയ്യുന്നു. സ്വാഭാവികമായി ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരു തരത്തിലുള്ള മെസ്സേജ്, അത് അപകടകരമാണോ അല്ലയോ എന്നുള്ളതെല്ലാം രണ്ടാമത്തെ കാര്യം, ഒരു മെസ്സേജ് പുറത്തേക്ക് വിടുന്നില്ലേ? ഇക്കാര്യത്തിൽ കോൺഗ്രസ് അല്ലെങ്കിൽ UDF PC ജോർജിൽ നിന്നും തക്കതായ ഒരു വിശദീകരണം ആവശ്യപ്പെടേണ്ടതല്ലേ? ആ രീതിയിൽ ജാഗ്രതയോടുകൂടി അല്ലെങ്കിൽ ഉടനടി തന്നെ ഒരു നിലപാടെടുക്കാൻ UDFന് സാധിച്ചോ? അങ്ങനെ സാധിക്കേണ്ടതുണ്ട്. തീർച്ചയായും ഇതൊരു തെറ്റായ മെസ്സേജ് തന്നെയാണ് നൽകുന്നത്. കാരണം കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത്, തികഞ്ഞ മതേതര വിശ്വാസികളും മതേതര പാരമ്പര്യമുള്ള ഒരു സംസ്ഥാനത്ത് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരുന്ന് ഒരാൾ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നത് ആശാസ്യമല്ല. അതുകൊണ്ട് അതിന് പരിഹാര നടപടികൾ ഉണ്ടാകണം. PC ജോർജിന്റെ ഈ രീതിയിലുള്ള തന്നിഷ്ടപ്രകാരമുള്ള ഒരു മേച്ചിൽപ്പുറമായി ഈ UDFനെ കൊണ്ടുപോകുന്ന ഒരു നിലപാട് മാറ്റണം. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിന് പ്രതികരിക്കേണ്ടതുണ്ട്, വിശദീകരണം ഉണ്ടാകേണ്ടതുണ്ട്, പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട്. മിനിമം PC ജോർജ് നിലപാട് തിരുത്താതെ, മോദിയെ തള്ളിപ്പറയാതെ ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ബേബി ജോൺ, ഇതുപോലെ സമാനമായ മറ്റൊരു സാഹചര്യത്തിൽ, അതായത് കണ്ണൂരിൽ ഒരു ക്ലബിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വേദിയിലെത്തിയ PC ജോർജ് പറഞ്ഞു, VS അച്യുതാനന്ദനാണ് കേരളം കണ്ട ഏറ്റവും മികച്ച കമ്മ്യൂണിസ്റ്റ് എന്നും രാജ്യം കണ്ട ഏറ്റവും മികച്ച കമ്മ്യൂണിസ്റ്റുകളിൽ ഒരാൾ VS ആണെന്നും കേരളം കണ്ട ഏറ്റവും മികച്ച മന്ത്രിമാരിൽ ഒരാൾ പിണറായി വിജയനാണെന്നും. അന്നും ഇതുപോലെയൊക്കെ തന്നെയാണ് കോൺഗ്രസും ഘടകകക്ഷികളുമെല്ലാം ആ വിഷയത്തോട് പ്രതികരിച്ചത്. PC ജോർജ് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യമായി മാത്രം പരിഗണിക്കപ്പെടുന്ന സാഹചര്യം ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കേണ്ട ഒരാളല്ലല്ലോ ഗവൺമെന്റ് ചീഫ് വിപ്പ്. അദ്ദേഹം വളരെ കൃത്യമായും സവിശേഷമായ ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ പ്രതീകമാണ്. ആ റോൾ അദ്ദേഹം എക്സർസൈസ് ചെയ്യുന്നില്ലെങ്കിൽ അത് ഗൗരവപ്പെട്ടൊരു പ്രശ്നം തന്നെയാണ്. എന്ന് മാത്രമല്ല, ഇവിടെ നമ്മൾ ഗൗരവപൂർവ്വം പരിഗണിക്കേണ്ട പ്രശ്നങ്ങളിലേക്ക് നേരത്തെ മിസ്റ്റർ സാദിഖ് അലി വിരൽ ചൂണ്ടുകയുണ്ടായി. ഇപ്പോൾ ഈ പ്രശ്നം ഡേഞ്ചറസ് ആണെന്ന് എല്ലാവരും പറയുമ്പോൾ ജോർജിൻ്റെ പാർട്ടിയുടെ ചീഫ് മാണി ഇതിനോട് പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്തുകൊണ്ടാണ് ഇത്രയേറെ ദുർബലമായി തീരുന്നത്? അദ്ദേഹം പറയുന്നത് പാർട്ടി ചർച്ച ചെയ്യുന്നതാണ്. ഇത്തരമൊരു കാര്യത്തിൽ സംഘപരിവാരത്തിൻ്റെ ഇമാതിരി ഒരു പരിപാടിയിൽ ജോർജ് പങ്കെടുത്ത കാര്യം ചർച്ച ചെയ്യും എന്ന് പറയുമ്പോൾ ഇങ്ങനൊരു ഒരു നിസ്സംഗതയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എങ്ങനെയാണ്? കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാരുടെ പ്രതികരണം വന്നു. എന്താ കേരളത്തിലെ KPCC പ്രസിഡന്റിൻ്റെ നിസ്സംഗതകാർത്ഥം? ഇപ്പോൾ നമ്മൾ കാണുകയാണ്, കേരളത്തിലെ UDFൻ്റെ ഘടകകക്ഷികളിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മുസ്ലിം ലീഗ് നേതൃത്വത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രതികരണം ഈ നിമിഷം വരെ പുറത്തു വന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. കോട്ടയത്ത് നഗരസഭാ ചെയർമാൻ തന്നെ ഈ പ്രശ്നത്തിൽ നടത്തിയ പ്രതികരണം ഇപ്പോൾ നമ്മൾ കാണുകയുണ്ടായി. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പോലൊരാൾ ഇമാതിരി ഒരു പരിപാടിയുടെ കാര്യത്തിൽ ഒരു നപുംസക സമീപനത്തിലേക്ക് വഴുതിപ്പോണത്? അപ്പോൾ ഇവിടെ UDFിലെ ഘടകകക്ഷികളിൽ ചിലതെങ്കിലും അപകടകരമായൊരു പരീക്ഷണത്തിന് ഒരുങ്ങുന്നുണ്ടോ എന്ന തോന്നൽ ഈ സമീപനങ്ങൾ കൃത്യമായി തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള സമീപനങ്ങളിൽ വ്യക്തത ആവശ്യമാണ്. ആ വ്യക്തത ഈ നിമിഷം വരെ ഉണ്ടാക്കാൻ ബന്ധപ്പെട്ട ആളുകൾ വിസമ്മതിക്കുകയാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീ നാരായണൻ നമ്പൂതിരി, എന്ത് കാരണത്താലാണ് BJP സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ അതിൻ്റെ ഉദ്ഘാടകനായി PC ജോർജിനെ നിശ്ചയിക്കാനുള്ള കാരണം? നിങ്ങൾ ക്ഷണിച്ചപ്പോൾ എന്തു പറഞ്ഞാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത്? അദ്ദേഹം എന്തു പറഞ്ഞാണ് വരാമെന്ന് പറഞ്ഞത്? പ്രിയപ്പെട്ട ഗോപികൃഷ്ണൻ, വളരെ വ്യക്തമായി ഞാൻ പറയുന്നു, BJP സംഘടിപ്പിച്ച ഒരു പരിപാടി അല്ലത്. അത് ഗുജറാത്ത് സർക്കാരിന്റെ കീഴിൽ
സർദാർ വല്ലഭായ് പട്ടേൽ രാഷ്ട്രീയ ഏകതാ ട്രസ്റ്റ് എന്ന് പറയുന്ന രൂപീകരിക്കപ്പെട്ട ട്രസ്റ്റിന്റെ കീഴിൽ കേരളത്തിൽ ജസ്റ്റിസ് കെ ടി തോമസ് ചെയർമാനായിട്ടുള്ള കേരളത്തിലെ വിവിധ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകൾ അടങ്ങുന്ന ഒരു സംഘാടക സമിതിയാണ് കേരളത്തിൽ 14 ജില്ലകളിലും ഈ കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. അത് പി സി ജോർജ് മാത്രമല്ല, കൊല്ലത്ത് സുരേഷ് ഗോപി പങ്കെടുത്തു, തിരുവനന്തപുരത്ത് ഗുരുരത്നം ജ്ഞാനതപസ്വി പങ്കെടുത്തു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും കേരളത്തിലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. പി സി ജോർജ് മാത്രമല്ല പങ്കെടുത്ത്. ഒന്നത്. രണ്ട്, പി സി ജോർജ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കൂട്ടയോട്ടത്തിൽ പങ്കെടുത്ത പി സി ജോർജിനെതിരെ സംസാരിക്കുന്നവർ ആദ്യം വെളിവാക്കേണ്ടത് പറയേണ്ടത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ ഇന്ത്യയിൽ നിർമ്മിക്കാൻ അവർ തയ്യാറുണ്ടോ, അവർ അതിനെ അംഗീകരിക്കുന്നുണ്ടോ? ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ സമഗ്രമായ പരിവർത്തനത്തിന് തുടക്കം കുറിച്ച ബ്രിട്ടീഷുകാർക്കെതിരായി ഇന്ത്യയിലെ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് ബീഹാറിലെ ചമ്പാരനിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ കർഷക കൂട്ടായ്മ സംഘടിപ്പിച്ചതുപോലെ ഗുജറാത്തിലെ ഗോധയിൽ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് കർഷകർ സർദാർ എന്ന പേരു നൽകി ബഹുമാനിച്ച ആദരിച്ച ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ, ഇന്ത്യയിലെ 532 നാട്ടുരാജ്യങ്ങൾ, തിരുവിതാംകൂർ അടക്കമുള്ള ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകാൻ സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപനമുണ്ടായ തിരുവിതാംകൂർ അടക്കമുള്ള 530-ലേറെ നാട്ടുരാജ്യങ്ങളെ ഒന്നിപ്പിച്ചു നിർത്തിയ ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യനായ സർദാർ പട്ടേൽ കാലങ്ങളായി ഭരണകൂടം അവഗണിച്ചിരുന്ന, കാലങ്ങളായി ഭരണകൂടം ചവിട്ടിത്താഴ്ത്തിയിരുന്ന ഇത്തരം രാഷ്ട്രീയ നേതാക്കന്മാർ, ഇത്തരം രാജ്യസ്നേഹികളായ ദേശീയവാദികളായ നമ്മുടെ കഴിഞ്ഞ തലമുറയെ ആദരിക്കാനും അംഗീകരിക്കാനും അനുസ്മരിക്കാനും അവർ എന്നെന്നും ഓർക്കപ്പെടാനുമുള്ള സംവിധാനമുണ്ടാകുമ്പോൾ അതിനെതിരെ സംഘപരിവാറിന്റെ പേര് പറഞ്ഞ് ആരോപണം ഉന്നയിക്കുന്നത് ഇന്ത്യയിൽ ഒരിക്കലും ഇത്തരം രാഷ്ട്രവാദികൾ നാരായണൻ നമ്പൂതിരി, ഒന്ന്, എന്റെ ചോദ്യം ഇതായിരുന്നു. താങ്കൾ ആദ്യമായി സമീപിച്ചത് പി സി ജോർജിനെയാണോ ഇതിന്റെ ഉദ്ഘാടകനായി? അതല്ല, താങ്കൾ പറഞ്ഞതുപോലെ അതാത് ജില്ലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തിത്വങ്ങളെയാണ് ഈ കൂട്ടയോട്ടത്തിന്റെ വേദിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കോട്ടയത്ത് പി സി ജോർജിനെയാണോ താങ്കൾ ആദ്യം സമീപിച്ചത്? കോട്ടയത്തിന്റെ ആദരണീയനായ നഗരപിതാവടക്കം ഗ്രന്ഥശാല സംഘത്തിന്റെ ജില്ലാ കോർഡിനേറ്ററായ വാസുദേവൻ നായർ സാർ അടക്കം, അഭേദാനന്ദാശ്രമത്തിലെ സ്വാമി അടക്കം അനവധി ആളുകൾ, BJP-ക്കാരല്ലാത്ത, RSS-കാരല്ലാത്ത, ഓൺലൈൻ രജിസ്റ്റർ ചെയ്ത അനവധി ആളുകൾ ഇന്നത്തെ കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രാഷ്ട്രീയ ഏകതാ പരിഷത്തിന്റെ ഈ പരിപാടി ഇതുപോലെ ഒരു മതേതര സ്വഭാവമുള്ളതാണെന്നും ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയോ സംഘടനയുടെ ഭാഗമായി നടത്തപ്പെടുന്നതല്ല എന്നും നഗരപിതാവിന് ബോധ്യപ്പെടാതെ പോയത് എന്തുകൊണ്ടാണ്? അല്ല, നഗരപിതാവിന് ബോധ്യപ്പെടാൻ സർദാർ പട്ടേലിനെ നഗരപിതാവിന്റെ പാർട്ടിയും അംഗീകരിക്കാത്തടത്തോളം കാലം നഗരപിതാവിന് ബോധ്യപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടാവും. സന്തോഷ് കുമാർ അതിന് മറുപടി പറയും. സർദാർ പട്ടേലിന്റെ ശവസംസ്കാരത്തിൽ സ്വന്തം പണം മുടക്കി പോയാൽ മതിയത് തീട്ടൂരം ഇറക്കിയാൽ ഒരു പാർട്ടിയുടെ ആളാണ് നഗരപിതാവ്. അതുകൊണ്ടാണ് അദ്ദേഹം മാറിയത്. അതെ, നമ്മളെ യാഥാർത്ഥ്യം ഇന്ത്യയുടെ ചരിത്രം അറിയാവുന്നവർക്കറിയാം സർദാർ വല്ലഭായ് പട്ടേൽ കോൺഗ്രസിന്റെ ആരായിരുന്നുവെന്ന്. ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നടന്ന ഗവൺമെന്റിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം. ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി കോൺഗ്രസിന്റെ പ്രതിനിധിയായി വന്നതുകൊണ്ടാണ് ഈ 510 ചില്ലുവാനും നാട്ടുരാജ്യങ്ങളെ ഒന്നിപ്പിച്ചു കൊണ്ടുപോകാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തമായ പിന്തുണയുണ്ടായിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് സാധിച്ചത്. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവായതുകൊണ്ടാണ് അത് സാധിച്ചത്. അന്നൊക്കെ സർദാർ വല്ലഭായ് പട്ടേലിനെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനും എതിരായി നിന്നുകൊടുത്ത ആ തരത്തിലേക്കുള്ള പ്രവർത്തനം നടത്തിയ ജനസംഘം അടക്കമുള്ള പാർട്ടിയുടെ പിന്നാമ്പുറത്തെ ആളുകളാണ്, അതിനുശേഷമുള്ള പിൽക്കാലത്തെ പ്രവർത്തകരാണ് ഇന്നത്തെ BJP. അതുകൊണ്ട് BJPക്ക് സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ന്യായീകരിച്ച് പറയാനുള്ള അർഹതയില്ല. അവര് ചരിത്രം പഠിക്കണം. ആ ചരിത്ര രംഗത്തേക്ക് നോക്കിയാൽ വല്ലഭായ് പട്ടേലിന്റെ പ്രവർത്തന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തന ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പിന്തുണ നൽകാത്ത പാർട്ടിയായിരുന്നു ഇവർക്ക് മുൻപുണ്ടായിരുന്ന നേതാക്കന്മാരെല്ലാവരും എന്നുള്ളത് ഇന്ത്യയുടെ ചരിത്രത്തിൽ അറിയാവുന്ന കാര്യങ്ങളാണ്.
അതുകൊണ്ട് ആ കാര്യത്തിലേക്ക് കിടക്കരുത്. സർദാർ വല്ലഭായ് പട്ടേൽ കോൺഗ്രസിന്റെ അനിഷേധ്യ നേതാവായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഉരുക്കു മനുഷ്യൻ എന്നുള്ള നിലയിലേക്ക് ഇന്ത്യയിൽ അറിയപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായത്. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടം നമുക്കറിയാം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ജവഹർലാൽ നെഹ്റുവിന്റെ ശേഷം അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനം മൂലം ഇന്നത്തെ ഇന്ത്യയിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടായത് അദ്ദേഹത്തിന്റെയും സർദാർ വല്ലഭായ് പട്ടേലിന്റെയും പ്രവർത്തനത്തിന്റെ തിരിച്ചു വരാം. ഒരു നിമിഷം ഞാൻ രണ്ടുപേരിലേക്കും തിരിച്ചു വരാം. ശ്രീ ടി എൻ പ്രതാപൻ MLA ടെലിഫോൺ ലൈനിൽ ഉണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശ്രീ ടി എൻ പ്രതാപൻ, താങ്കൾ ടെലിഫോണിലുണ്ടോ? PC ജോർജ് ഇന്ന് ഏക്താ പരിഷത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തതിനെയും നരേന്ദ്രമോദിയുടെ ചിത്രം പതിച്ചിട്ടുള്ള ടീഷർട്ട് വിതരണം ചെയ്തതിനെയും താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ നരനായാട്ടിന്റെ പ്രതീകമാണ് നരേന്ദ്രമോദി. ഇന്ത്യൻ മതേതരത്വത്തിന്റെ ഘാതകനാണ്. ഭാവി ഭാരതത്തെ ഛിന്നഭിന്നമാക്കാൻ വേണ്ടി BJPയും വിശ്വ പരിഷത്തും ബജ്രംഗദളും കരുതിക്കൂട്ടി കൊണ്ടുവരുന്ന അവതാരമാണ് നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയെ ഉയർത്തി കാണിക്കുന്ന ഒരു ചടങ്ങിലും കോൺഗ്രസിന്റെ വോട്ട് കിട്ടി വാങ്ങിയ ഒരാളും പോകാൻ പാടില്ല. അതിന്റെ ഭാഗമായി UDFന്റെ ചീഫ് വിപ്പ് ശ്രീ PC ജോർജ്, കോൺഗ്രസുകാരായ ഞങ്ങളെല്ലാവരും കൽപ്പിച്ചു കൊടുത്ത പദവി, അതിന്റെ കാറ്, അതിന്റെ ലൈറ്റ്, അതിനുപയോഗിക്കുന്ന പണം, ഇതെല്ലാം ഉപയോഗിച്ച് നരേന്ദ്രമോദിയുടെ ഉയർത്തി കാണിക്കുന്ന ചടങ്ങിൽ കോട്ടയത്ത് പങ്കെടുത്തത് അങ്ങേയറ്റം അപലപനീയമാണ്, കുറ്റകരമാണ്. അദ്ദേഹത്തിന് അന്തസ്സും അഭിമാനവും ഉണ്ടെങ്കിൽ ചീഫ് വിപ്പ് സ്ഥാനം രാജിവെച്ച് BJPയിൽ അംഗത്വമെടുക്കണം. അതുകൊണ്ട് KM മാണി സാർ ഈ കാര്യത്തിൽ മറുപടി പറഞ്ഞേ മതിയാകൂ. ഇതിനെ കേരള കോൺഗ്രസ് M അംഗീകരിക്കുന്നുണ്ടോ? കാരണം കേരള കോൺഗ്രസ് M-ന്റെ ഏക സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ഈ PC ജോർജ്. അത് മാത്രമല്ല, കേരള കോൺഗ്രസ് M-ന് UDF കൊടുത്ത സ്ഥാനമാണ് ഈ ചീഫ് സ്ഥാനം. ആ സ്ഥാനത്തിന്റെ കാറും പദവിയും ഉപയോഗിച്ചാണ് ഈ ചടങ്ങിൽ PC ജോർജ് പങ്കെടുത്തിരിക്കുന്നത്. മാത്രമാണോ, അല്പനിമിഷം മുമ്പ്, ഏതാനും മണിക്കൂർ മുമ്പ് ഡൽഹിയിൽ BJPയുടെ ഔദ്യോഗിക വക്താവ് ഇതിനെ ന്യായീകരിച്ച് PC ജോർജിനെ ന്യായീകരിച്ച് പറയുകയുണ്ടായി. അത് ഇതെല്ലാം കൂട്ടി വായിച്ചേ മതിയാകൂ. അതുകൊണ്ട് ടി എൻ പ്രതാപൻ, പക്ഷേ കോട്ടയം മുനിസിപ്പൽ ചെയർമാനായ കോൺഗ്രസിന്റെ പ്രതിനിധി സന്തോഷ് കുമാർ ആയിരുന്നു ആ ചടങ്ങിൽ അധ്യക്ഷനാകേണ്ടിയിരുന്നത്. അദ്ദേഹം പിന്നീട് ആ ചടങ്ങിൽ നിന്ന് മാറുകയും ആ വിവരം സംഘാടകരെ അറിയിക്കാതിരിക്കുകയും ചെയ്തു എന്നാണ് സംഘാടക സമിതിയിലുള്ള ശ്രീ നാരായൺ നമ്പൂതിരി പറഞ്ഞത്. മാത്രമല്ല, ഇത് BJP സംഘടിപ്പിച്ചൊരു പരിപാടിയല്ല, ഇത് ഗുജറാത്ത് സർക്കാരിന്റെ ഭാഗമായി ഏക്താ പരിഷത്ത് സംഘടിപ്പിച്ച പരിപാടിയാണ്. ഇതിൽ ഏതെങ്കിലും പാർട്ടിയുടെയോ സംഘടനയുടെയോ ഭാഗമായ ആളുകളല്ല പങ്കെടുത്തതെന്നാണ് അദ്ദേഹം നൽകിയ വിശദീകരണം. കോൺഗ്രസിന്റെ നഗരസഭാ ചെയർമാൻ സന്തോഷ് ആ പരിപാടി പങ്കെടുത്തില്ല. അദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹത്തിന് ബോധ്യമായതുകൊണ്ടാണല്ലോ അദ്ദേഹം പങ്കെടുക്കാതിരുന്നത്. പക്ഷേ ഗുജറാത്ത് ഗവൺമെന്റ് എന്നല്ല സംഘടിപ്പിച്ചത്. ഗുജറാത്ത് ഗവൺമെന്റ് കേരളത്തിൽ വന്ന് ഗുജറാത്ത് ഗവൺമെന്റ് പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി പറ്റുമോ? അങ്ങനെ ഒരിക്കലും പറ്റത്തില്ല. ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഒരു സംസ്ഥാനത്ത് വേറൊരു സംസ്ഥാനത്തിന് ഒന്ന് പരിപാടി എങ്ങനെ സംഘടിപ്പിക്കാൻ വേണ്ടി പറ്റും? സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതിയില്ലാതെ. അത് ഗുജറാത്ത് ഗവൺമെന്റിന്റെ പരിപാടി ഒന്നല്ല, ഗവൺമെന്റ് സംഘടിപ്പിച്ച പരിപാടിയൊന്നല്ല. അത് തന്നെ അടിസ്ഥാനരഹിതമാണ്. ഈ പരിപാടി നോക്കൂ, റിപ്പോർട്ട് ചാനലിന്റെ കൈവേണ്ടി ക്ലിപ്പിംഗ്സ് ഇല്ലേ, അവർ ഉയർത്തിപ്പിടിക്കുന്ന ടീഷർട്ട് നോക്കുക. ആ ടീഷർട്ടിൽ ആരെ പടം? നരേന്ദ്രമോദിയുടെ പടം. ഈ ബാനർ, PC ജോർജ് ഇരിക്കുന്ന സ്റ്റേജിന്റെ പുറകിലുള്ള ബാനർ നോക്കൂ. ആ ബാനറിലെ പ്രധാനപ്പെട്ട പടം ആരുതാ? അവിടെ നരേന്ദ്രമോദിയുടെ പടം, അല്ല സർദാർ വല്ലഭായിന്റെ പട്ടേലിന്റെ പടമല്ല ഉള്ളത്. സർദാർ വല്ലഭായ് പട്ടേലിന് എന്നാണ് ഈ BJPക്ക് സ്നേഹമുണ്ടായത്? BJP ഏത് കാലത്തും RSS ആയിരുന്ന കാലത്ത്, അതുപോലെ ജനസംഘമായിരുന്ന കാലത്ത്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലും സർദാർ വല്ലഭായ് പട്ടേലിന്റെ നഖശിഖാന്ത നേതൃത്വത്തിലാണ് അന്ന് ജനസംഘം. ടി എൻ പ്രതാപൻ, ഇവിടെ PC ജോർജ് നൽകിയ വിശദീകരണം താങ്കൾ കേട്ടല്ലോ. KM മാണി CPIM-ന്റെ പ്ലീനത്തിൽ പങ്കെടുത്തു, അതിൽ കൂടുതലൊന്നും താൻ ചെയ്തിട്ടില്ല. നഗരപിതാവ് അധ്യക്ഷനായ ഒരു പരിപാടിയിലാണ് താങ്കൾ പങ്കെടുക്കുന്നത്. എന്നിട്ടും PC ജോർജിനോട് മാത്രം ചോദ്യങ്ങൾ ചോദിക്കുന്നു. മാത്രമല്ല, സർദാർ വല്ലഭായ് പട്ടേൽ ആധുനിക ഇന്ത്യയുടെ ശില്പികളിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ പ്രതിമ നിർമ്മിക്കാനുള്ള ഒരു ഭാഗമായി നടക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ തെറ്റ് കാണുന്നില്ല എന്നാണ്. ഇതിനകത്ത് KM മാണി സാർ CPM-ന്റെ പ്ലീനത്തിൽ പങ്കെടുത്തത് എന്താ ബന്ധം? അവിടെ നടന്ന സാമ്പത്തിക ചർച്ചയിൽ സാമ്പത്തിക പ്രമേയം അവതരിപ്പിക്കാൻ ചർച്ച ചെയ്യാൻ വേണ്ടി സാമ്പത്തിക വിദഗ്ധനായ ധനകാര്യമന്ത്രിയായ KM മാണി സാറിനെ വിളിച്ചു. സ്വാഭാവികമായും അത് അംഗീകാരമാണ് മാണി സാറിന്, തീർച്ചയായും അതിന് യാതൊരു തെറ്റുമില്ല. അതും ഇതും തമ്മിൽ എന്താ ബന്ധം? ഇത് BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിക്കുന്ന ഒരു പരിപാടിയാണ്. എന്തിനാ ഇപ്പോൾ ആദ്യം ഒരു പുതിയ സ്നേഹം പട്ടേലിന്റെ പേര്, സർദാർ പട്ടേലിന്റെ പേരുണ്ടായത് ഗുജറാത്ത് മുഖ്യമന്ത്രിക്ക്? അദ്ദേഹം ഇന്ത്യയുടെ ഉരുക്കുമേനായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. ഭാവി ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യനാണ്
ഈ നരേന്ദ്രമോദി എന്നാണ് BJP ഉയർത്തി കാണിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഇന്ന് ഈ റാലി ഉണ്ടായി. ഇന്ന് നടന്ന എല്ലാ റാലിയും ഉദ്ഘാടനം അദ്വാനി തുടങ്ങി ഇങ്ങോട്ട് സുഷമ സ്വരാജ് തുടങ്ങി മുഴുവൻ BJP നേതാക്കന്മാരാണ് ഇന്ത്യയിലെ. ശ്രീ TN പ്രതാപൻ, ശ്രീ ബേബി ജോൺ, താങ്കൾ പറയുന്നത് പോലെ അപകടകരമായ ഒരു ഉള്ളടക്കം ജോർജിന്റെ ഈ സാന്നിധ്യത്തിന് പിന്നിൽ ഉണ്ടെങ്കിൽ അതെങ്ങനെ ഇവിടെ സാധ്യമായി വരുന്നു? അതിന്റെ സാഹചര്യം എന്താണ്? എങ്ങനെയാണ് അത് വിലയിരുത്തപ്പെടേണ്ടത്? രണ്ട് കാര്യങ്ങളിവിടെ വക്രാക്കേണ്ടതുണ്ട്. ഒന്ന്, RSSന്റെ വളരെ ടിപ്പിക്കലായിട്ടുള്ള ഒരു പ്രചാരണ പദ്ധതിയുടെ അവതരണം ശ്രീമാൻ നാരായണൻ നമ്പൂതിരിപ്പാട് നടത്തുകയുണ്ടായി. സംഘപരിവാരത്തിൻ്റെ യഥാർത്ഥ മുഖം മറച്ചു പിടിക്കാനും ഇന്ത്യയിലെ ദേശീയ വ്യക്തിത്വങ്ങളെ പോക്കറ്റിൽ വെച്ച് കേരളം പോലുള്ള പ്രദേശങ്ങളിൽ വേരോട്ടമുണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ട് ആവിഷ്കരിക്കപ്പെട്ട ഒരു കർമ്മ പദ്ധതിയുടെ നിർവഹണം, അതാണിപ്പം വിവാദത്തിൽപ്പെടുന്നത്. അതിൻ്റെ പരിഭ്രാന്തി മുഴുവൻ ശ്രീമാൻ നമ്പൂതിരിയുടെ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരു കപട വേഷം ധരിച്ചതുകൊണ്ട് മൂടിവെക്കാൻ കഴിയുന്നതല്ല RSSന്റെ ഫാസിസ്റ്റ് മുഖം എന്ന കാര്യം പ്രാഥമികമായി തന്നെ ബോധ്യപ്പെടേണ്ടതുണ്ട്. ഇത്തരമൊരു കെണിയിൽ യാദൃശ്ചികമായിട്ട് ജോർജ് ചെന്ന് വീണതല്ല എന്ന ആക്ഷേപമാണ് ഞാൻ ഉന്നയിക്കുന്നത്. അവിടെയാണ് 91, 2001, 2011 3 വർഷങ്ങളുടെ എക്സ്പീരിയൻസിലേക്ക്, രാഷ്ട്രീയ പരീക്ഷണങ്ങളിലേക്ക് ഞാൻ വരലിയൂട്ടിയത്. അങ്ങനൊരു നിഗൂഢ ലക്ഷ്യം UDFന്റെ നേതൃത്വത്തിനോ ഘടകകക്ഷികൾക്കോ ഇല്ലെങ്കിൽ ഇത്ര പരസ്യമായിട്ടുള്ള നയലംഘനം നടത്തിയ ചീഫ് വിപ്പിൻ്റെ നടപടിയെപ്പറ്റി ഒരു നിലപാട് സ്വീകരിക്കാനും അത് പരസ്യപ്പെടുത്താനും ഇങ്ങനെ അറച്ചു നിൽക്കേണ്ട കാര്യം UDFന്റെ നേതൃത്വത്തിന് എന്താ? ഈ ചോദ്യത്തിനാണ് മറുപടിയില്ലാത്തത്. UDFന്റെ കൺവീനർ നിശബ്ദനാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്കറിയാം, സാധാരണ നിലയിൽ ഒരു പാർട്ട് ടൈം കണ്ടിൻജൻറ്റ് ആണ് അദ്ദേഹമെങ്കിലും ഇത്രയും നിർണായകമായിട്ടുള്ള ഒരു നയലംഘനം നടക്കുമ്പോഴെങ്കിലും UDFന്റെ സമീപനം ഇതല്ല എന്ന് പറയാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ടല്ലോ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കാമ എന്നൊരക്ഷരം മുണ്ടാൻ കൂട്ടാക്കണില്ല. മുഖ്യമന്ത്രിയുടെ അധികാര സംരക്ഷണത്തിന് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട കറുത്ത എത്രയോ ഓപ്പറേഷനുകളുടെ നടത്തിപ്പ് ചുമതലക്കാരനാണ് ഈ ചീഫ് വിപ്പ്. അദ്ദേഹം മുണ്ടണില്ലല്ലോ. ഇപ്പോൾ ഇവിടെ വാചാലമായിട്ട് സംസാരിച്ച ശ്രീമാൻ പ്രതാപൻ PC ജോർജിനെ നേരിട്ട് കണ്ട കവാത്ത് മറക്കില്ല എന്നതിന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? TN പ്രതാപൻ ഉണ്ട് ടെലിഫോൺ ലൈനിൽ. TN പ്രതാപൻ, UDF ചർച്ച ചെയ്യും എന്ന് കൺവീനർ പറഞ്ഞിട്ടുണ്ട്. അതൊരു പക്ഷേ ശ്രീ ബേബി ജോൺ അത് ശ്രദ്ധിച്ചു കാണില്ല. മറ്റൊന്ന്, എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് ഈ വിഷയത്തിൽ? ഈ പറയുന്നത് പോലെ, താങ്കൾ പറയുന്നത് പോലെ ഓരോ കോൺഗ്രസ്സുകാരനും ജോർജ് ചെയ്യുന്നത് ഒരു നയവ്യതിയാനമായി ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കേണ്ടതല്ലേ? ഞാൻ ആദ്യം എന്റെ ഒരു ആത്മസുഹൃത്തും എനിക്ക് വളരെ ബഹുമാനമുള്ള ആളാണ് ബേബി മാഷ്. ഞാൻ പറയട്ടെ, PC ജോർജിന്റെ നയവ്യതിചലനങ്ങളോട് മുഖത്ത് നോക്കി പ്രതികരിക്കാൻ നട്ടെല്ല് കാണിച്ചിട്ടുള്ള ഒരു എളിയ പൊതുപ്രവർത്തകനാണ്. അത് മുന്നണിക്കകത്തും മുന്നണിക്ക് പുറത്തും പരസ്യമായും അത് പ്രകടിപ്പിക്കുകയും PC ജോർജിനെ കൊണ്ട് കെട്ടേണ്ട ചില സ്ഥലങ്ങളിൽ കൊണ്ട് കെട്ടാനും അതേപോലെ തന്നെ നെല്ലിയാമ്പതി ഉൾപ്പെടെയുള്ള ഏത് പൊതുപ്രശ്നങ്ങളിലും അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കെതിരായി അതിശക്തമായ സമീപനം സ്വീകരിക്കാൻ ഒരു മടിയും കാണിച്ചത് നാളെയും കാണിക്കും. അത് PC ജോർജ് എന്നല്ല, ഏത് കോൺഗ്രസ് നേതാവും UDF നേതാവും അല്ലെങ്കിൽ ആരായാലും ശരി, നയവ്യതിയാനം നടത്തിയാൽ, സാമൂഹ്യ തിന്മയുടെ കൂടെ നിന്നാൽ, അനീതിയുടെ കൂടെ നിന്നാൽ അത് പ്രതികരിക്കും, ഇടപെടും, പറയേണ്ടിടത്ത് പറയും. പരസ്യമായി പറയാനുള്ള നട്ടെല്ല് കൂടി എന്ന കാര്യം ഞാൻ ബഹുമാനത്തോടുകൂടി പറയട്ടെ. രണ്ടാമത്തെ കാര്യം, ബഹുമാനപ്പെട്ട UDF കൺവീനർ ഇന്ന് പറഞ്ഞിട്ടുണ്ട്, മാണിസാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഗൗരവമായി ചർച്ച ചെയ്യുമെന്ന് മാത്രം UDF കൺവീനർ ഈ വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യുമെന്ന് മാത്രം ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റും ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഞങ്ങൾ ചെയ്യത്തില്ല. ഞങ്ങളുടെ 1-ാം നമ്പർ ശത്രു BJPയും RSSും സംഘപരിവാറുമാണ്. ഞങ്ങൾക്ക് ദേശീയ തലത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ശത്രു നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ഈ സംഘപരിവാർ സംഘമാണ്. കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോട് പോലും ദേശീയ തലത്തിൽ ഞങ്ങൾക്ക് സമന്വയത്തിന്റെ പാതയാണുള്ളത്. BJPയെയും RSSനെയും ഉൾപ്പെടെയുള്ളവരെ അധികാരത്തിൽ മാറ്റി നിർത്താൻ വേണ്ടി വന്നാൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി സമന്വയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളെ പോലുള്ള. നാരായണൻ നമ്പൂതിരി, ഇതുപോലെ തെറ്റായ സന്ദേശം നൽകുന്ന തരത്തിൽ ചടങ്ങ് സംഘടിപ്പിക്കപ്പെട്ടു എന്ന ആക്ഷേപം പ്രതിപക്ഷത്ത് നിന്ന്, CPMൽ നിന്നും കോൺഗ്രസിൽ നിന്നും. മറ്റൊന്ന്, തെറ്റായ വിവരങ്ങൾ നൽകി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് കോട്ടയം നഗരപിതാവിന്റെ ആക്ഷേപം. ഇത്തരത്തിലെല്ലാം വിവാദം ഉണ്ടാക്കേണ്ടിയിരുന്നു ഈ പരിപാടി. മാത്രമല്ല, BJP ഉൾപ്പെടെയുള്ള ശക്തികൾ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതിയുടെ ഭാഗമായാണ് ഇത് സംഘടിപ്പിക്കുന്നത് എന്ന ആക്ഷേപമാണ് ബേബി ജോൺ ഉന്നയിച്ചത്. ഗോപികൃഷ്ണ, രണ്ട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ്
എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാന്യരായ പ്രതാപന്റെയും ബേബി ജോണിന്റെയും വാക്കുകൾക്ക് മറുപടി പറയാനുണ്ട്. ഒന്ന്, സഖാവ് ബേബി ജോൺ പറഞ്ഞത് സർദാർ പട്ടേലിനെ ബേബി ജോണിനോ ബേബി ജോണിന്റെ പാർട്ടിക്കോ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് വരും. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യമില്ലെന്നും ഇത് 16 വ്യത്യസ്ത രാഷ്ട്രങ്ങളുടെ ഒരു സമുച്ചയമാണ് എന്നും പറഞ്ഞ പാർട്ടിയുടെ നേതാവാണ് എനിക്ക് മുൻപ് സംസാരിച്ചത്. സർദാർ പട്ടേൽ ഇന്ത്യ എന്നൊരു രാജ്യമുണ്ടെന്നും ഇന്ത്യയിലെ മുഴുവൻ നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയൻ ലയിക്കണമെന്നും പറഞ്ഞ് ലയിപ്പിക്കാൻ നേതൃത്വം നൽകിയ ആൾ. അതുകൊണ്ട് CPMന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയെക്കുറിച്ചുള്ള സങ്കല്പം മാറ്റിമറിച്ച സർദാർ പട്ടേലിനെ അംഗീകരിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ പ്രതാപൻ എന്തിനാണ് ബുദ്ധിമുട്ടുന്നത്? പ്രതാപൻ ഇപ്പോൾ ഉരുക്കു മനുഷ്യനെ കുറിച്ച് വളരെ വാചാലമായി സംസാരിച്ചല്ലോ. ഉരുക്കു മനുഷ്യൻ മരണപ്പെട്ടതിനു ശേഷം ഈ 6 പതിറ്റാണ്ട് സർദാർ പട്ടേലിന്റെ പേരിൽ കോൺഗ്രസ്സുകാർ ഭരിച്ചപ്പോൾ ഒരു പദ്ധതി നടപ്പിലാക്കിയത് പറയാമോ? അതെന്താ, അദ്ദേഹം കാശ്മീർ ബ്രാഹ്മണൻ അല്ലാത്തത് കൊണ്ടാണോ? കോൺഗ്രസിന് കാശ്മീർ ബ്രാഹ്മണൻ മാത്രം മതിയോ നേതൃസ്ഥാനത്ത്? ഇത് സാധാരണ കർഷകൻ, പാടത്ത് പണിയെടുക്കുന്ന സാധാരണ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് വരണ്യവർഗത്തിന്റെ പ്രതിനിധിയല്ലാതെ പണിയെടുക്കുന്നവന്റെ സാധാരണക്കാരന്റെ പ്രതിനിധിയായി ഇന്ത്യൻ ഭരണകൂടത്തിന്റെ തലപ്പത്ത് വന്ന സർദാർ പട്ടേൽ കോൺഗ്രസുകാർക്ക് എന്നാണ് കോൺഗ്രസുകാർ അദ്ദേഹത്തെ വിസ്മരിച്ചു തുടങ്ങിയത്? കോൺഗ്രസുകാർ വിസ്മരിച്ചതല്ലേ, BJP അല്ലല്ലോ വിസ്മരിച്ചത്. BJP എന്നും ഇന്ത്യയുടെ ദേശാഭിമാനികളായ മുഴുവൻ നേതാക്കന്മാരെയും കാലാകാലങ്ങളായി ആദരിച്ചിട്ടുണ്ട്. നെഹ്റു കുടുംബത്തിലുള്ള ആളുകളുടെ, ജവഹർലാൽ നെഹ്റുവിന്റെ ആവട്ടെ, ഇന്ദിരാഗാന്ധിയുടെ ആവട്ടെ, രാജീവ് ഗാന്ധിയുടെ ആവട്ടെ, ഇവരുടെയൊക്കെ പേരിലുള്ള സ്മാരകങ്ങൾ, ഇവരുടെയൊക്കെ പേരിലുള്ള പദ്ധതികൾ, അതിന്റെ 4-1 പദ്ധതി പോലും സർദാർ പട്ടേലിന്റെ പേരിൽ ആരംഭിക്കാൻ മറുപടി പറയുന്നത് കരുതുന്നു നാരായണൻ നമ്പൂതിരി. കാരണം സമയം കടന്നു പോകുന്നു വളരെ പെട്ടെന്ന്. ഇന്ന് നടന്ന പരിപാടിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടിയെ അല്ലത്, BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമേ അല്ലത്. സർദാർ പട്ടേലിനെ ഇഷ്ടപ്പെടുന്ന, പട്ടേലിനെ പ്രതിമ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, പട്ടേൽ ആദരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, പട്ടേൽ അംഗീകരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, പട്ടേലിന്റെ ഓർമ്മ കാലാകാലങ്ങളിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഇന്ത്യയെ സ്നേഹിക്കുന്ന ദേശസ്നേഹികളുടെ ഒരു കൂട്ടായ്മ മാത്രമാണ് ഇന്ന് ഈ കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. അത് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നടന്നിട്ടുണ്ട്, എല്ലാ മേഖലയിലും നടന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർ സുരേഷ് ഗോപി പങ്കെടുക്കുന്നതിനെ കുറിച്ച് പറയുന്നത്? പിന്നെ പ്രതാപൻ ഒരു വാക്ക് പറഞ്ഞു, കോൺഗ്രസുകാരന്റെ ഔദാര്യമാണോ PC ജോർജ് സഞ്ചരിക്കുന്ന വാഹനം? കോൺഗ്രസ് കൊടുത്ത ഔദാര്യമാണ്. ഇത് ഈ രാജ്യത്തെ സാധാരണക്കാരന്റെ നികുതി എടുത്തല്ലേ PC ജോർജും 20 മന്ത്രിമാരും 21 മന്ത്രിമാരും സാധാരണക്കാരൻ. ശ്രീ ബേബി ജോൺ, ഇത് BJP സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയല്ല എന്ന നാരായണൻ നമ്പൂതിരിയുടെ വാദത്തെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? അതുകൂടി പറഞ്ഞ് നമുക്ക് ഈ ചർച്ച വൈൻഡപ്പ് ചെയ്യാം, സമയമായി അവസാനിപ്പിക്കാം. ഈ BJP ഇത്തരത്തിലുള്ള മുഖംമൂടികൾ പലപ്പോഴായിട്ട് പ്രദർശിപ്പിക്കാറുമുണ്ട്. അടൽ ബിഹാരി വാജ്പേയി തന്നെ ഒരു മുഖംമൂടിയാണ് എന്ന് പറയുന്നത് പരസ്യമായിട്ട് കേട്ട ആളുകളാണ് നമ്മൾ. അവസാനമായി ഇപ്പോൾ സർദാർ വല്ലഭഭായ് പട്ടേലിനെ മുന്നോട്ട് വെക്കുന്ന ആ പ്രതിമ സ്ഥാപിക്കാൻ വേണ്ടി ഒരുങ്ങിപ്പുറപ്പെട്ട് കിടക്കുന്ന BJPയും സംഘപരിവാരവും ശ്യാമപ്രസാദ് മുഖർജിക്ക് എന്ത് സംഭവിച്ചു എന്നൊന്ന് വിശദീകരിക്കുന്നത് ഉചിതമായിരിക്കും. ദീനദയാൽ ഉപാധ്യായക്ക് എന്താണ് സംഭവിച്ചത് എന്ന കാര്യം ഒന്ന് വിശദീകരിക്കുന്നത് നന്നായിരിക്കും. സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ ആരാധ്യരായ നേതാക്കളെക്കാൾ സർദാർ വല്ലഭഭായ് പട്ടേൽ വിലപ്പെട്ടവനായി സംഘപരിവാരം ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ ഇരട്ടമുഖ പ്രദർശനത്തിൻ്റെ കാപട്യം ഇന്ത്യൻ ജനതക്കും മലയാളി സമൂഹത്തിനും മനസ്സിലാവില്ല എന്ന് നമ്പൂതിരിയെ പോലുള്ള ഒരാൾ ധരിച്ചേക്കരുത്. അത് വല്ലാത്തൊരു വ്യാമോഹം മാത്രമായിരിക്കും എന്നുകൂടി ഞാനോട് പറഞ്ഞു നിർത്തുകയാണ്. ശ്യാമപ്രസാദ് മുഖർജിയെ കുറിച്ചും അങ്ങ് സ്മരിച്ചതിന് നന്ദിയുണ്ട്. ദീനദയാൽജിയും ശ്യാമപ്രസാദ് മുഖർജിയും ആദരണീയരായ നേതാക്കന്മാർ, കോൺഗ്രസിന്റെ തടവറയിൽ കൊല്ലപ്പെട്ടവർ. വളരെയധികം ശ്രീ ബേബി ജോൺ, ശ്രീ സന്തോഷ് കുമാർ, നാരായണൻ നമ്പൂതിരി, PM സാദിഖ് അലി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇന്നത്തെ സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.